വാതിൽപ്പാലോട് അവിടെ നിന്ന് കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് മലയാളികളടക്കം അവിടെ ജോലി ചെയ്യുന്നുണ്ട്. നമുക്ക് ആ സ്പോട്ടിൽ നിന്ന് കിട്ടേണ്ട വിവരം ഈ ഡോക്ടർ കൊല്ലപ്പെട്ട സംഭവം മുതൽ അവിടെ പോലീസ് മൂടിവെക്കാൻ ശ്രമിക്കുന്ന പലതുമുണ്ട്. തെളിവ് നശിപ്പിക്കാനായി അക്രമികൾക്ക് അഴിഞ്ഞാടാൻ അവസരമൊരുക്കിക്കൊണ്ട് പോലീസ് സംവിധാനം മാറി നിന്ന സാഹചര്യം കൊൽക്കത്തയിൽ നമ്മൾ കണ്ടതാണ്. ആദ്യം ഈ മരണം, ഈ കൊലപാതകം ഒരു ആത്മഹത്യയാണ് എന്ന് വരുത്തി തീർക്കാനാണ് കോളേജ് അധികൃതർ ശ്രമിച്ചത്. കോളേജിന്റെ പ്രിൻസിപ്പൽ അടക്കം വിഷയത്തിന്റെ ഗൗരവത്തെ വഴിതിരിച്ചുവിടാൻ ശ്രമിച്ചു. എന്തിനാണ് പെൺകുട്ടികൾ രാത്രി പുറത്തിറങ്ങി നടക്കുന്നത് എന്നാണ് പ്രിൻസിപ്പൽ ചോദിച്ചത്. പുതിയ പ്രിൻസിപ്പലും ഒട്ടും മോശമല്ല. പുതിയ പ്രിൻസിപ്പലിന്റെയും പ്രതികരണം സമാന രീതിയിലാണ് വരുന്നത്. നീതി ലഭിക്കുന്നത് വരെ നമ്മുടെ ഡോക്ടർമാർക്കൊപ്പം നമ്മൾ തുടരേണ്ടതുണ്ട്. മലയാളികളടക്കം അവിടെ ജോലി ചെയ്യുന്നുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവരുടെ സമരം അത് കടുപ്പിച്ച് തന്നെ മുന്നോട്ട് പോകാനല്ലേ. കൂടുതലും സ്ത്രീകളെയാണ് നമ്മൾ അവിടെ കാണുന്നത്. അവർക്ക് പൂർണ്ണ പിന്തുണയുമായി കൂടുതൽ ആളുകൾ അവിടേക്ക് എത്തുന്ന സാഹചര്യമാണോ ആദിൽ? আমরা প্রোটেস্টিং ডক্টরসদের বলবো যারা রিপ্রেজেন্টেটিভ গ্রুপে আছো তারা প্রেস ব্রাইটের সময় സുജയ ഒരു വ്യക്തത കുറവുണ്ട് കേൾക്കുന്നതിൽ. ഏതായാലും ആദ്യഘട്ടത്തിൽ തന്നെ പിഴവ് സംഭവിച്ചു. ഈ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ ന്യായമാണ്. കാരണം ആദ്യം ശ്രമം ഇവിടുത്തെ കോളേജ് അധികൃതരുടെ ഭാഗത്തു നിന്നും, പക്ഷേ അതിൽ സഞ്ജയ് റോയ് എന്ന ഒരു സിവിൽ പോലീസ് വോളണ്ടിയറിൽ മാത്രം അന്വേഷണം ഒതുങ്ങി എന്ന ചോദ്യത്തിന് ഉത്തരം വേണം. മാത്രമല്ല മാതാപിതാക്കൾ ആരോപിക്കുന്നുണ്ട് സാധാരണയേക്കാൾ കൂടുതൽ അളവിൽ ബീജം ഈ വിദ്യാർത്ഥിയുടെ, നമുക്കത് പറയുമ്പോഴും ബുദ്ധിമുട്ടുണ്ട്, ശരീരത്ത് നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഒരു കൂട്ട ബലാത്സംഗം നടന്നിട്ടുണ്ട് എന്ന സംശയം ന്യായമാണ്. ആ തരത്തിലുള്ള അന്വേഷണത്തിലേക്ക് കൽക്കത്ത പോലീസ് പോയില്ല എന്നതുകൊണ്ടാണ് ഹൈക്കോടതി തന്നെ ഇടപെട്ട് ഈ കേസ് CBIക്ക് വിടുന്നത്. CBI ഇപ്പോൾ അന്വേഷിച്ചു വരുന്നു. സമഗ്രമായ അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. സഞ്ജയ് റോയ് മാത്രമല്ല ഈ കൃത്യത്തിന് പിന്നിൽ എന്ന ധാരണയും നിഗമനത്തിലുമാണ് ഇപ്പോൾ CBI ഉള്ളത്. അതുകൊണ്ട് തന്നെ ആ നിലയ്ക്കുള്ള അന്വേഷണങ്ങൾ നടക്കുന്നു. സഹപാഠികളെ ചോദ്യം ചെയ്യുന്നു. അതേസമയം ആശുപത്രിയിൽ ഉണ്ടായിരുന്ന ജീവനക്കാരെ ചോദ്യം ചെയ്തിട്ടുണ്ട്. മുൻ പ്രിൻസിപ്പൽ അതിനുശേഷം രാജിവെച്ചിരുന്നു. തനിക്ക് ആക്ഷേപങ്ങൾ തനിക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്നറിയിച്ചാണ് രാജിവെച്ചത്. ആ രാജിക്ക് ശേഷവും വലിയ തോതിൽ പ്രതിഷേധം തുടർന്നു. ഇപ്പോൾ പ്രിൻസിപ്പലിനെയും CBI ചോദ്യം ചെയ്യുകയാണ്. വലിയ രൂപത്തിലുള്ള അന്വേഷണം ഒരു വശത്ത് നടക്കുന്നുണ്ട്. ഒപ്പം പ്രതിഷേധം നമുക്ക് കാണാം. അത് സമാധാനപരമായൊരു ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ആദിൽ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം അത് കൊൽക്കത്ത ഹൈക്കോടതിയിൽ നിന്നാണ്. സർക്കാരിന്റെ സമ്പൂർണ്ണ പരാജയമാണിതെന്ന് കൊൽക്കത്ത RG-കർ ആശുപത്രി ആക്രമണത്തിൽ കൊൽക്കത്ത ഹൈക്കോടതി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ്. ബുധനാഴ്ച വൈകിട്ടും വ്യാഴാഴ്ച പുലർച്ചെയുമായി ഉണ്ടായ ആക്രമണത്തിന് കാരണം സർക്കാർ സംവിധാനത്തിന്റെ സമ്പൂർണ്ണ പരാജയമെന്ന് കൽക്കട്ട ഹൈക്കോടതി വ്യക്തമാക്കുന്നു. ഓഗസ്റ്റ് 9-നാണ് ദാരുണമായ ബലാത്സംഗം നടന്നത്. അത് പ്രതിഷേധങ്ങൾക്ക് ഒപ്പം രാഷ്ട്രീയ കലഹത്തിന് വേദിയാകുന്നതിനൊപ്പം കോടതിയുടെ ഇടപെടൽ കൂടി വരികയാണ്. റീക്ലെയിം ദ നൈറ്റ് പ്രസ്ഥാനം ഉൾപ്പെടെ ജനക്കൂട്ടവും പോലീസും തമ്മിലുള്ള ഏറ്റുമുട്ടൽ നമ്മൾ കണ്ടു. ആശുപത്രിയുടെ പല ഭാഗങ്ങളും നശിപ്പിക്കപ്പെട്ട അവസ്ഥയിലാണ്. ഡോക്ടർമാർക്ക് സുരക്ഷിതമായ ഒരു തൊഴിലന്തരീക്ഷം ഉറപ്പാക്കാൻ എന്തുകൊണ്ട് സംസ്ഥാന സർക്കാർ തയ്യാറാകുന്നില്ല? ആ ചോദ്യം കോടതി പോലും ചോദിക്കുകയാണ് ആദിൽ. ഉറപ്പായും അങ്ങനെ തന്നെയാണ്. കോടതിയുടെ ഇടപെടൽ ഇവിടെ പറഞ്ഞേ മതിയാകൂ. കാരണം കോടതി ഇക്കാര്യത്തിൽ ഇടപെട്ടതുകൊണ്ട് മാത്രമാണ് CBIക്ക് ഇത്ര വേഗത്തിൽ ഈ കേസ് കൈമാറാൻ കഴിഞ്ഞത്. മമതാ ബാനർജി പറഞ്ഞുകൊണ്ടിരുന്നത് ഈ വരുന്ന ഞായറാഴ്ച കേസ് അന്വേഷണം പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ, കേസ് അന്വേഷണത്തിൽ കൃത്യമായൊരു വിവരം ലഭിച്ചില്ല എങ്കിൽ CBIക്ക് വിടാമെന്നായിരുന്നു. പക്ഷേ കോടതി അത് സമ്മതിച്ചില്ല. ഇപ്പോഴുള്ള അന്വേഷണം കൃത്യമായി നടക്കുന്നില്ല എന്ന വ്യക്തമായൊരു നിഗമനത്തിലേക്ക് കോടതി എത്തുകയും കോടതി അപ്പോൾ തന്നെ ആ കേസ് CBIക്ക് വിടാൻ നിർദ്ദേശിക്കുകയുമായിരുന്നു. ഇപ്പോഴുണ്ടായ അതിക്രമങ്ങളെ സംബന്ധിച്ചും കോടതിയുടെ നിരീക്ഷണവും വിമർശനവും കൃത്യമാണ്. കാരണം ഇത് കൈകാര്യം ചെയ്യുന്നതിൽ സർക്കാർ സംവിധാനങ്ങൾ പരാജയപ്പെട്ടു എന്ന് കോടതി തന്നെ നിഗമനത്തിൽ നിന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു. നമുക്കിവിടെ കാണാം ജസ്റ്റിസ് ഫോർ അഭയ എന്ന ഒരു ഫ്ലെക്സ് ബോർഡുകൾ ഇവിടെ നീതിക്ക് വേണ്ടി രണ്ടാം നിർഭയയാണ് ഇപ്പോഴുണ്ടായിരിക്കുന്നത് എന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ, വ്യാഖ്യാനങ്ങളുണ്ട്. അതങ്ങനെ തന്നെയാണ്. കാരണം ക്രൂരമായാണ് പീഡിപ്പിക്കപ്പെട്ടത്. നമുക്കതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നതിൽ ബുദ്ധിമുട്ടുമുണ്ട്. അർദ്ധനഗ്നയായി വെള്ളിയാഴ്ച രാവിലെ, വ്യാഴാഴ്ച വൈകുന്നേരം നൈറ്റ് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ഒരു PG ഡോക്ടർ വെള്ളിയാഴ്ച സഹപാഠികൾ, സഹപ്രവർത്തകർ വന്ന് നോക്കുമ്പോൾ അർദ്ധനഗ്നയായി ചോരയൊലിപ്പിച്ച് കണ്ണിൽ നിന്നും സ്വകാര്യ ഭാഗം
ഭാഗങ്ങളിൽ നിന്നടക്കം രക്തം വാർന്നൊലിക്കുന്ന രൂപത്തിലാണ് ആ മൃതദേഹം കണ്ടെത്തുന്നത്. അതിന് പിന്നിൽ ആരൊക്കെ ഉണ്ട് എന്ന ചോദ്യത്തിന് ഇതുവരെ ഉത്തരം കിട്ടിയിട്ടില്ല. സഞ്ജയ് റോയ് എന്ന ഒരു സിവിൽ പോലീസ് വോളണ്ടിയർക്ക് മാത്രമായി ഒരു കൃത്യം ചെയ്യാൻ കഴിയുമോ എന്ന ചോദ്യം, ഒപ്പം സാഹചര്യ തെളിവുകൾ അത് വിരൽ ചൂണ്ടുന്നത് കൂട്ടബലാത്സംഗം നടന്നു എന്നതിലേക്കാണ്. അതിന് കൃത്യമായ ഉത്തരം CBI കണ്ടെത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. ഈ പ്രതിഷേധം ഒരു വശത്ത് അപ്പോഴും തുടരുന്നു, മറുവശത്ത് മമതാ ബാനർജി തന്നെ മുൻകൈയെടുത്തൊരു പ്രതിഷേധ യാത്രയുമായി പദയാത്രയുമായി രംഗത്ത് വരുന്നു എന്നൊരു ഇതൊരു സർക്കാർ ആശുപത്രിയാണ്. ആദിൽ പാലോട്, ആർജിക്കർ സർക്കാർ ആശുപത്രിയാണ്. സർക്കാർ ആശുപത്രിയിലെ സെമിനാർ ഹാളിൽ വിശ്രമിക്കാൻ കിടന്ന ട്രെയിനി ഡോക്ടറെയാണ് ക്രൂരമായി ബലാത്സംഗം ചെയ്ത് പിച്ചി ചീന്തി കൊന്നത്. അതിനെതിരെ രാജ്യവ്യാപകമായി ഡോക്ടേഴ്സ് എല്ലാവരും പ്രതിഷേധിക്കുകയാണ്. ആ പ്രതിഷേധത്തിനൊപ്പമാണ് നമ്മൾ നിൽക്കുന്നത്. കൊൽക്കത്ത പോലീസുമായി ബന്ധമുള്ള സഞ്ജയ് റോയ് എന്ന സിവിക് വോളണ്ടിയർ മാത്രമാണോ ഈ ക്രൂരതയ്ക്ക് ഉത്തരവാദി? രാത്രിയിൽ വിശ്രമിക്കാൻ കിടന്നു കഴിഞ്ഞാൽ ഇങ്ങനെ സംഭവിക്കുമെന്നുള്ള ഒരിടത്ത്, അതും ഒരു ആശുപത്രിയിൽ എന്ത് സുരക്ഷയാണ് ഞങ്ങൾക്കുള്ളതെന്ന് ഉറക്കെ ചോദിക്കുന്നു അവിടെ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും. അവർക്കൊപ്പം നിൽക്കുകയാണ് നമ്മൾ. ആ ദൃശ്യങ്ങളിലേക്കും വാർത്തകളിലേക്കും ഒക്കെ നമ്മൾ തിരികെ എത്തും. ഇപ്പോൾ ചോദ്യം ചെയ്യലടക്കമുള്ള കാര്യങ്ങളിൽ വിവരങ്ങൾ വരുന്നുണ്ട്. ഇതിൽ ഡൽഹി എയിംസ്, മൗലാന ആസാദ് മെഡിക്കൽ കോളേജ് എന്നിവ ഉൾപ്പെടെയുള്ള റെസിഡന്റ് ഡോക്ടേഴ്സ് അസോസിയേഷനുകളുടെ പ്രതിനിധികൾ സംയുക്ത യോഗം നടത്തിയിട്ടുണ്ട്. രാജ്യതലസ്ഥാനത്തുടനീളം എല്ലാ റെസിഡൻസ് ഡോക്ടേഴ്സ് അസോസിയേഷനുകളും സംയുക്ത പ്രതിഷേധ മാർച്ചിലേക്ക് കടക്കുകയാണ്. രാജ്യവ്യാപക പ്രതിഷേധത്തിലേക്ക് കടക്കുകയാണ് ഡോക്ടേഴ്സ്. റിപ്പോർട്ടർ സംഘം കൊൽക്കത്തയിൽ നിന്ന് ആ പ്രതിഷേധത്തിന്റെ നേർക്കാഴ്ചകൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ തളരുന്നില്ല, അവർ പൊരുതുന്നത് നീതിക്കായാണ്. അഭയയ്ക്കുള്ള നീതി ഉറപ്പാക്കുക. ആ ട്രെയിനി ഡോക്ടർ, 32 വയസ്സുകാരിയായ ആ ട്രെയിനി ഡോക്ടർക്ക് നേരിടേണ്ടി വന്ന കൊടും ക്രൂരതയുടെ വിവരങ്ങൾ, അതാണ് അവിടെ എത്തുമ്പോൾ ഞങ്ങളുടെ പ്രതിനിധികൾക്ക് വ്യക്തമാക്കാൻ കഴിയുന്നത്. ആദിൽ പാലോടിലേക്കും നമ്മുടെ വാർത്താ സംഘത്തിലേക്കും കൊൽക്കത്തയിലെ ആർജിക്കർ മെഡിക്കൽ കോളേജിലേക്കും നമ്മൾ തിരികെ എത്തും.